സാധാരണ കൊടുക്കുന്ന ഒരു കളറാണ് താഴെയുള്ള കളേഴ്സ് ഒക്കെ സിംഗിൾ കളറാണ് അല്ലേ. ഇപ്പോൾ റെഡിന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഓറഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് വരുള്ളൂ. ടെക്സ്റ്റിന് സെലക്ട് ചെയ്തു, ഞാൻ ലൈറ്റ് ബ്ലൂവിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ബ്ലൂ വരുള്ളൂ. അതാണ് സോളിഡ് കളർ എന്നൊക്കെ ഫോട്ടോഷോപ്പിൽ പറയും. അതേപോലെ സിംഗിൾ കളറാണ് ഇതിന് വരിക. കണ്ടാ, യൂണിഫോം ഫിൽ എന്ന് പറയും. ഒറ്റ കളറേ വരുള്ളൂ. താഴെ ഫൗണ്ടൈൻ ഫിൽ എന്ന് പറയും. ഓക്കെ, ഫൗണ്ടൈൻ ഫില്ല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷോപ്പിലെ ഗ്രേഡിയൻ്റ് തന്നെയാണ് ഫൗണ്ടൈൻ ഫില്ല്. അതായത് മൾട്ടിപ്പിൾ കളർ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഫൗണ്ടൈൻ ഫില്ല് ഏതാണ്? ഇപ്പോൾ ബ്ലൂന്ന് വൈറ്റിലേക്ക് പോയി. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റർ മുകളിൽ കൊണ്ടുവരും. ഓക്കെ, ഇനി നമുക്കിതിന് അവിടെ ഫൗണ്ടൈൻ ഫില്ല് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ വിൻഡോ വരും. നമുക്ക് കളർ ഇവിടെ നിന്ന് മാറ്റാം. ഞാനിതിന് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുത്താൽ റെഡ് വന്നു. ഇപ്പോൾ 2 കളർ അതിൽ കൊടുത്തിട്ടുള്ളൂ. മൾട്ടിപ്പിൾ കളർ എന്ന് പറഞ്ഞാൽ ഇവിടെ കസ്റ്റമിൽ പോകണം. അപ്പോൾ അതങ്ങനെ ഒരു വിൻഡോ വരും. മുകളിൽ ഇവിടെ ഇതാണ് റെഡ്, ഇതാണ് വൈറ്റ്. നമുക്കിത് അവിടെ ഇടയിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ആരോ വരും. എന്നിട്ട് ഇത് അവിടുത്തെ കളർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യെല്ലോ വന്നു. കേട്ടോ, ഇവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഏത് കളർ വേണം? ഇപ്പോൾ ചെറിയ ലൈറ്റ് ബ്ലൂ വേണം പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറായിരിക്കും ഇതിന് വരിക. കണ്ട. ഓക്കെ, ഇനി ഈ ഗ്രേഡിൻ്റെ നമുക്ക് ഈ പാനലിൽ ക്ലിക്ക് ചെയ്യാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ പറഞ്ഞാൽ വെറുതെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കീബോർഡിൽ ജി എന്ന് ടൈപ്പ് ചെയ്യുക. ജി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ നമ്മൾ കൊടുത്ത കളർ ഓരോ ബോക്സ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. കണ്ട, അതൊരു ലൈന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിനെ പിടിച്ചിട്ട് അങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ റെഡ് അതിനനുസരിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഉണ്ടല്ലേ, റെഡിനെ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ റെഡ് അങ്ങോട്ട് വന്നു. ബ്ലൂ യെല്ലോ അങ്ങോട്ട് കഴിഞ്ഞാൽ യെല്ലോ അങ്ങോട്ട് വന്നു. അല്ലേ, ഈ കളർ ഇവിടുന്ന് കൊടുക്കണം പറഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഡാർക്ക് ബ്ലൂ കൊടുത്തു. കൊണ്ടാ, ഇപ്പം എന്തായി? നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ പോകാതെ തന്നെ നമുക്ക് ഇവിടുന്ന് കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ റെഡിനെ മാറ്റണം പറഞ്ഞാൽ റെഡിനെ സെലക്ട് ചെയ്തു, ഒരു വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? റെഡ് വൈറ്റായി മാറി. എനിക്ക് കളർ വേണ്ട, ഈ യെല്ലോ വേണ്ട പറഞ്ഞാൽ പിടിച്ചൊരു ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. സോറി, ഡബിൾ ക്ലിക്ക് ചെയ്താൽ പോയില്ല, ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ പോയി. ഇതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂവും പോയി. ഇനി ഇതിന് 2 ലൈനിന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലൈൻ ഉണ്ടാവും. മൊത്തത്തിൽ നീക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോ ടൂൾ നടുക്ക പോയി കഴിഞ്ഞാൽ അങ്ങനെ ആരോ കാണുന്നില്ലേ 4 ഭാഗത്ത്? അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ നീക്കാം നമുക്ക് ആ ഗ്രേഡിയന്റിനെ. ഇല്ലേ, മൊത്തത്തിൽ ലൈനിനെ നീക്കാം. പിന്നെ റൊട്ടേറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ കളറിനെ പിടിച്ചിങ്ങനെ നീക്കിയാൽ മതി. താഴോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ട റൊട്ടേഷനായി. ഓക്കെ, എല്ലാ ഇവിടെയുള്ള ചെയ്യണ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യണമെങ്കിൽ റൊട്ടേഷൻ അവിടെയാണ് വരിക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് പ്രിവ്യൂ മോഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന് കുറേ പ്രീസെറ്റ്സ് ഉണ്ട് കളർ. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗോൾഡൻ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. നോക്കാം, അതിൽ നിറയെ പ്രീസെറ്റ്സ് ഉണ്ട്. ഇതിൽ ഗോൾഡ് കണ്ടാ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് സർക്കിളിൻ്റെ ഒരു ഇതുണ്ട്. ഗ്രേഡിയൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിലിണ്ടർ 1 ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ മോഡൽ എന്ന് പറയും. വലിയ സിലിണ്ടറിലൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഷെയ്ഡ് വരിക. ഓക്കെ, സാധാരണ പഴയ കളർ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ കളർ വരും.